നമസ്കാരം, ഞാൻ ഡോക്ടർ പ്രീതി കോര, കൺസൾട്ടന്റ് കോസ്മെറ്റിക് ഗൈനക്കോളജിസ്റ്റ്. ഇന്ന് നമ്മൾ സോഷ്യൽ മീഡിയയിൽ വളരെ കോമൺ ആയിട്ട് കേൾക്കുന്ന ഒരു ടോപ്പിക്കാണ് മെനോപോസ്. വളരെ ഫേമസ് ആയിട്ട് സെലിബ്രിറ്റീസ് വന്ന് അവർക്ക് മെനോപോസ് ആയതിൻ്റെ അനുഭവത്തെക്കുറിച്ച് ഷെയർ ചെയ്തപ്പോൾ ഞാൻ വിചാരിച്ചു മെനോപോസ് ആകുമ്പോൾ സ്ത്രീകൾ അറിഞ്ഞിരിക്കേണ്ട ചില ബേസിക് കാര്യങ്ങൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാമെന്ന്. ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് ഇൻ മെനോപോസിനെ കുറിച്ചാണ്. മെനോപോസ് ആയി എന്ന് വെച്ചാൽ ഫസ്റ്റ് നമ്മൾ 1 ഇയർ പീരീഡ് ഫുൾ വരാതിരിക്കുമ്പോഴാണ്, 1 കോൺസിക്യൂട്ടീവ് ഇയറിൽ വരാതിരിക്കുമ്പോൾ മാത്രമേ മെനോപോസ് ആയി എന്ന് പറയുള്ളൂ. 4 മാസം അല്ലെങ്കിൽ 5 മാസം പീരീഡ് വരാതിരിക്കുമ്പോൾ മെനോപോസ് ആയിട്ടില്ല. അപ്പോൾ തീർച്ചയായിട്ടും മെനോപോസ് ആകാതെ നമ്മൾ 4-5 മന്ത്സ് പീരീഡ് നിന്നപ്പോൾ മെനോപോസ് ആണെന്ന് വിചാരിച്ചിരിക്കരുത്. നിങ്ങൾക്ക് ഹോട്ട് ഫ്ലഷസ് ഉണ്ടാകാം, വേറെ പല സിംറ്റംസും ഉണ്ടാകാം, പക്ഷേ ചിലപ്പോൾ 6 മന്ത്സ് കഴിയുമ്പോൾ പെട്ടെന്ന് പീരീഡ് ആകും. അതുകൊണ്ട് തീർച്ചയായും ആ സമയത്ത് ഒരു ചെക്കപ്പ് അനിവാര്യമാണ്. നമുക്ക് മെനോപോസ് ആയി, അതായത് 1 ഇയർ ഫുൾ പീരീഡ് വന്നില്ല, അതിനുശേഷം നമുക്കുണ്ടാകാവുന്ന ബോഡിയിൽ ചേഞ്ചസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഫസ്റ്റ് നമുക്ക് ബോഡിയിൽ ഹോട്ട് ഫ്ലഷസ് ഉണ്ടാകാം, ഉറക്കക്കുറവുണ്ടാകാം. ജെനൈറ്റോ യൂറിനറി സിൻഡ്രോം ഓഫ് മെനോപോസ് എന്ന് പറഞ്ഞൊരു പ്രത്യേക കണ്ടീഷൻ തന്നെയുണ്ട്. അതായത് നമ്മുടെ ലോവർ യൂറിനറി ട്രാക്റ്റിലും അതുപോലെ തന്നെ വജൈനൽ വൾവൽ ഏരിയയിൽ ഉണ്ടാകുന്ന ചേഞ്ചസിനാണ് നമ്മൾ ഈ ഒരു ജെനൈറ്റോ യൂറിനറി സിൻഡ്രോം എന്ന് പറയുന്നത്. ഇത് വളരെയധികം സ്ത്രീകളെ അലട്ടുന്നുണ്ട്. നമ്മൾ ചോദിക്കുകയാണെങ്കിൽ 80% സ്ത്രീകളിലും ഈ പ്രശ്നങ്ങൾ കാണാറുണ്ട്. അപ്പം ഇതിനുള്ള ഒരു പരിഹാരമാണ് ഞാനിന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പൊതുവേ നമ്മൾ മെനോപോസ് ആകുമ്പോൾ ശ്രദ്ധിക്കേണ്ട 6 കാര്യങ്ങളുണ്ട്. ഫസ്റ്റ്, നമ്മുടെ ഫിസിക്കൽ ആക്ടിവിറ്റി. പലരും പറയും മെനോപോസ് ആയതിനു ശേഷം പിന്നെ വയസ്സായി ഒരു മൂലയിൽ ഇരുന്നാൽ മതി, അമ്മ അധികം ജോലിയൊന്നും ചെയ്യേണ്ടത്. പക്ഷെ അങ്ങനെയല്ല. മെനോപോസ് ആകുമ്പോൾ നമ്മുടെ മസിൽ മാസ്, സ്ത്രീകൾക്ക് പ്രത്യേകിച്ചും അവരുടെ ബോഡി വീക്ക്നെസ് ഉണ്ടാവുകയും മസിൽ മാസ് കുറയുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് തന്നെത്താനെ കസേരയിൽ നിന്ന് എഴുന്നേക്കാനും അതുപോലെ തന്നെ സ്വന്തം കാര്യങ്ങൾ ചെയ്യുവാനുമായിട്ടൊക്കെ ബുദ്ധിമുട്ടുണ്ടാകും. അപ്പം തീർച്ചയായും ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി അല്ലെങ്കിൽ എക്സസൈസ്, പ്രത്യേകിച്ച് മസിലിനെ സ്ട്രോങ് ആക്കാനുള്ള എക്സസൈസ് ചെയ്യണം. സെക്കൻഡ് തിങ്, ന്യൂട്രീഷൻ. സ്ത്രീകൾ ഈ സമയത്ത് പ്രത്യേകമായിട്ട് അവരുടെ ഡയറ്റും ന്യൂട്രീഷൻ ശ്രദ്ധിക്കണം. അവർ കാർബോഹൈഡ്രേറ്റ് കുറച്ചെടുക്കുക, പ്രോട്ടീൻ അടങ്ങിയ ഡയറ്റുകൾ കൂടുതൽ കഴിക്കുക. കാരണം മസിലിനെ ബിൽഡ് ചെയ്യാനായിട്ടും നമുക്ക് മസിൽ സ്ട്രെങ്ത് കീപ്പ് ചെയ്യാനും പ്രോട്ടീൻ ഒത്തിരി ഹെൽപ്പ് ചെയ്യും. പിന്നെ അമിതമായിട്ടുള്ള വണ്ണം തടയുവാനായിട്ട് നമുക്ക് അതിലൂടെ സാധിക്കും. അപ്പം മൂന്നാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒബേസിറ്റി അവോയ്ഡ് ചെയ്യുക, അല്ലെങ്കിൽ അമിതവണ്ണം അവോയ്ഡ് ചെയ്യുക. അടുത്ത നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അഡിക്വേറ്റ് സ്ലീപ്പ്. പല സ്ത്രീകൾക്കും മെനോപോസ് ആയതിനു ശേഷം ഉറക്കക്കുറവ് അനുഭവപ്പെടാറുണ്ട്. ഇങ്ങനത്തെ ഒരു പ്രശ്നം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ആ ഉറക്കത്തിന് വേണ്ട ടാബ്ലറ്റ് എടുക്കണമെങ്കിൽ ടാബ്ലറ്റ് എടുക്കണം. അല്ലെങ്കിൽ ഇപ്പോൾ ഹോർമോണിലല്ലാത്ത തന്നെ ഒത്തിരി ടാബ്ലറ്റ്സുകൾ അവൈലബിൾ ആയിട്ടുണ്ട്. അതെടുത്ത് നമുക്ക് അഡിക്വേറ്റ് ആയിട്ടുള്ള സ്ലീപ്പ് നമുക്ക് ആരോഗ്യത്തിന് വളരെ അത്യാവശ്യമാണ്. അടുത്തതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം അവോയ്ഡ് സ്ട്രെസ്. നമ്മൾ പലപ്പോഴും മാനേജ് ചെയ്യുന്ന സ്ട്രെസ് മാനേജ്മെൻറ്റ് നമ്മുടെ ആരോഗ്യത്തിനെയും നമ്മുടെ കൊളസ്ട്രോൾ, ഡയബറ്റീസിൻ്റെ കൺട്രോളിനെ എല്ലാം അഫക്റ്റ് ചെയ്യും. അപ്പോൾ സ്ട്രെസ്സ് കുറയ്ക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ, പ്രത്യേകിച്ച് മാനസികമായിട്ടുള്ള സന്തോഷം ഉണ്ടാകുന്ന കാര്യങ്ങൾ ചെയ്യാൻ ശ്രദ്ധിക്കുക, നമ്മുടെ ടെൻഷനൊക്കെ ഒന്ന് കുറയ്ക്കുക. ഇതെല്ലാം നമ്മുടെ ആരോഗ്യത്തിനെ ഒത്തിരി നന്നാക്കുവാനായിട്ട് സാധിക്കും. അടുത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ടു ട്രീറ്റ് ജെനൈറ്റോ യൂറിനറി സിൻഡ്രോം. അപ്പോൾ പല സ്ത്രീകളും പറയാതെ ഇരിക്കുന്ന പ്രശ്നങ്ങളാണ് അവർക്ക് മെനോപോസിൽ കൂടുതലുണ്ടാവുക. അതായത് അവർക്കുണ്ടാകുന്ന യോനിഭാഗത്തുള്ള വരൾച്ച, യോനിഭാഗത്ത് ചൊറിച്ചിൽ, വേദന അനുഭവപ്പെടുക, ബന്ധപ്പെടുമ്പോൾ അത്യധികമായ വേദന, അതുപോലെ കുറേ നാൾ പീഡ് വരാതെ കുറച്ച് ബ്ലീഡിങ് വരിക, യൂറിൻ ലീക്ക്. പ്രത്യേകമായിട്ടും വയസ്സ് ചെയ്യുന്ന സ്ത്രീകളിൽ കാണുന്ന ഒരു 70% സ്ത്രീകളിൽ ഇത് ഉണ്ടാകാറുണ്ട്. തെരുതെരെ ടോയ്ലറ്റിൽ പോകണം എന്നുള്ള തോന്നൽ, ചുമയ്ക്കുമ്പോൾ തുമ്മുമ്പോൾ യൂറിൻ ലീക്ക് ചെയ്യുന്ന അവസ്ഥ. ഇതേപോലത്തെ പ്രശ്നങ്ങളുടെ കൂടെ തന്നെ അവർക്ക് പ്രൊലാപ്സ്, അല്ലാതെ ഗർഭപാത്രം ഇറങ്ങി വരുന്ന അവസ്ഥയും വജൈനൽ ലാക്സിറ്റി എന്ന കണ്ടീഷനൊക്കെ ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഇത് പലപ്പോഴും അവർ മിണ്ടാതെ സഹിക്കും. കാരണം ഇതെല്ലാം ഓൻ്റെ പ്രായമായതിൻ്റെ ഭാഗമാണ് എന്ന് വിചാരിച്ച് അവർ വീട്ടിൽ തന്നെ ഇരിക്കാറുണ്ട്. പക്ഷേ അങ്ങനെയല്ല, അതിനെല്ലാം ട്രീറ്റ്മെൻറ്റ് അവൈലബിൾ ആണ്. പ്രത്യേകിച്ച് ജെനൈറ്റോ യൂറിനറി സിൻഡ്രോം ഉള്ള പ്രശ്നങ്ങളുള്ള സ്ത്രീകൾക്ക് പലതരത്തിലുള്ള ട്രീറ്റ്മെൻറ്റുകളുണ്ട്. ഹോർമോണൽ ട്രീറ്റ്മെൻ്റ് ഉണ്ട്, ഹോർമോൺ ഇല്ലാതെ നോൺ ഹോർമോണൽ ട്രീറ്റ്മെൻറ്റുകളും അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ നോൺ ഹോർമോണൽ ട്രീറ്റ്മെൻ്റ് ആയിട്ട് അവർക്ക് ഡയറ്ററി ഹാബിറ്റ്സ് ചേഞ്ച് ചെയ്യാം. അതുപോലെ തന്നെ ഹോർമോൺ അടങ്ങാത്ത ടാബ്ലറ്റുകളുണ്ട്, ലോക്കലി വജൈനലി അപ്ലൈ ചെയ്യുന്ന ക്രീമുകളുണ്ട്, ലൂബ്രിക്കൻസ് ഉണ്ട്, ഈസ്ട്രജൻ ക്രീമുണ്ട്. അതുപോലെ തന്നെ പുതിയ നൂതനമായിട്ടുള്ള ചികിത്സാ രീതിയാണ് എനർജി ബേസ്ഡ് ഡിവൈസസ്, അല്ലെങ്കിൽ ഊർജ്ജം ബേസ്ഡ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്. അതിന് പ്രധാനപ്പെട്ട ഒന്നാണ് ജെറ്റ് പ്ലാസ്മ തെറാപ്പി. യോനിക്കുള്ളിലേക്ക് ഒരു സ്കാൻ ചെയ്യുന്നത് പോലെ എനർജി അല്ലെങ്കിൽ കറണ്ട് ഉപയോഗിച്ച് യോനിയുടെ കോശങ്ങൾ നോർമലാകുവാനായിട്ടും അങ്ങനെ വജൈനൽ ഏരിയയിലെ ഡ്രൈനെസ് പൂർണ്ണമായിട്ടും നമുക്ക് ഭേദപ്പെടുത്തുവാനായിട്ട് സാധിക്കും. അപ്പോൾ വളരെ ഫലപ്രദമായ ചികിത്സയാണ്. യാതൊരു വിധത്തിലുള്ള സൈഡ് ഇഫക്റ്റും അതുപോലെ തന്നെ വേദനയൊന്നും ഉണ്ടാകുന്ന ട്രീറ്റ്മെൻ്റ് അല്ല. അപ്പോൾ ഇതുമൂലം നമുക്ക് യൂറിൻ ലീക്കും അതുപോലെ വജൈനൽ ഡ്രൈനസും അനുഭവപ്പെടുന്ന ഒത്തിരി സ്ത്രീകളെ സഹായിക്കുവാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റാണ് മാഗ്നറ്റിക് തെറാപ്പി. അതായത് ടെസ്ല ചെയർ എന്നൊരു കസേരയുണ്ട്. ആ ചെയറിൽ ഇരിക്കുമ്പോൾ അതിന് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഇഫക്റ്റിൽ ഇരിക്കുന്ന ഒരു റിസൾട്ടാണ് അതിൽ കിട്ടുക. അപ്പോൾ അതുകൊണ്ട് അവർക്ക് യോനിഭാഗത്തെ മസിൽസിന് ലൂസാവുന്ന അവസ്ഥ, അതുപോലെ തന്നെ യൂറിൻ ലീക്ക്, ചുമയ്ക്കുമ്പോൾ തുമ്മുമ്പോൾ ലീക്ക്, ഇതിനൊക്കെ ഫലപ്രദമായിട്ട് ഈ ചെയറിൽ ഇരുന്നുകൊണ്ട് തന്നെ ട്രീറ്റ്മെൻറ്റ്
എടുക്കുവാനായിട്ട് സാധിക്കും. ഇതുകൊണ്ടൊന്നും ബെറ്റർ ആയില്ലെങ്കിൽ മാത്രമേ നമുക്ക് സർജിക്കലായിട്ട് അല്ലെങ്കിൽ ഒരു ഓപ്പറേഷനിൽ കൂടെ അവരെ ട്രീറ്റ് ചെയ്യേണ്ട ആവശ്യം വരാറുള്ളൂ. പല സ്ത്രീകളിലും ഇതുപോലത്തെ സിമ്പിൾ സർജറി കൂടാതെയുള്ള പ്രൊസീജിയറിലൂടെ നല്ല ആശ്വാസം കിട്ടുകയും അവർക്ക് ജീവിതത്തിലുണ്ടാകുന്ന പല ബുദ്ധിമുട്ടുകളും അവരുടെ ക്വാളിറ്റി ഓഫ് ലൈഫിനെ എഫക്റ്റ് ചെയ്യുന്ന പല പ്രശ്നങ്ങളും ഫലപ്രദമായിട്ട് നമുക്ക് ഈ ട്രീറ്റ്മെൻറ്റിൽ കൂടെ സുഖമാക്കുവാനും പറ്റും.